സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ ശനിയാഴ്ച തമിഴ് മലയാളം ലോങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലർക്ക് തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കി പോകുന്നത്. 41ാമത്തെ ചോദ്യം മുതലാണ് നോക്കുന്നത്. 40 വരെയുള്ള ചോദ്യങ്ങൾ തമിഴിലാണ്. 41 മുതലുള്ള ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏത്? ഓപ്ഷൻ ഡി മെഡുല ഒബ്ലോങ്കേറ്റ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഡിഫ്തീരിയ. മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തവയിൽ ഏതാണ്? യുവത്വ ഹോർമോൺ തൈമോസിൻ. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി OPV. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര? ഭൂകേന്ദ്രത്തിലെ ഭാരം 0. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? പൂർണ്ണാന്തര പ്രതിപതനം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? പാസ്കൽ നിയമം. സ്വർണം ലയിക്കുന്ന അക്വാറീജിയ ഏതൊക്കെ ചേരുന്നതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം ഏത്? ഫ്ലൂറിൻ. താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ബോക്സൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഓപ്ഷൻ സി ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാന്തം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നത് കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, മലബാർ കലാപം, ചാന്നാർ ലഹള എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 1, 4, 3. വേലുത്തമ്പി കലാപം 1809, കുറിച്യ കലാപം 1812, മലബാർ കലാപം 1921, ചാന്നാർ ലഹള 1859. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസിന്റെ സ്ഥാപകൻ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകുന്ന ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചത് ആര്? അംശി നാരായണ പിള്ള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ? ഓപ്ഷൻ സി കേസരി മറാത്ത. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നു ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു, 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ബന്ധം ഇല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി
ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ, ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ക്യാബിനറ്റ് മിഷൻ 1946, ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 1930, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942, മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947. എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. നാനാ സാഹിബ് തന്നിരിക്കുന്നു കാൺപൂർ, ഷാമൽ തന്നിരിക്കുന്നു ഡാഷ്. ഷാമൽ എവിടെയാണ്? ഭരൌട്ടിലാണ്. ഭരൌട്ടിലെ നേതൃത്വം നൽകിയതാണ് ഷാമൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏത്? ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി മണ്ണ്. പിരിച്ചെഴുതുക. ഇവൾ, ഇ പ്ലസ് ആൾ. സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം അൻ. ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എഴുതുക. ഗാർഹികം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ജോലിക്കാർ. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിപ്പിക്കുക. സഫലം വിപരീത പദം എഴുതുക. വിഫലം. ശരിയായ പദമേത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രക്ഷുബ്ധം. ആമോദം സമാന പദം എഴുതുക. സന്തോഷം ചേർത്തെഴുതുക. കരഞ്ഞു പ്ലസ് ഇല്ല. കരഞ്ഞില്ല ഓപ്ഷൻ സി. ഡംബം പര്യായ പദം എഴുതുക. അഹങ്കാരം. ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്കു പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ. ചിന്മയം പിരിച്ചെഴുതുക. ചിത് പ്ലസ് മയം. കൃശം വിപരീത പദം എഴുതുക. മേധുരം. സാക്ഷി സ്ത്രീലിംഗം എഴുതുക. സാക്ഷിണി. ദുഃഖം സമാന പദം എഴുതുക. ഇന്ധൻ. ശരിയായ പദം എഴുതുക. നികൃഷ്ടം. പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ ബാക്ക് സ്റ്റാബിംഗ്. ശരിയായ വാക്യം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നും വിജയം. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. He dash a movie every Sunday. He watches. A large group of insects moving in a mass is called swarm. Find out the suitable article from the options given below. They talked for dash hour about the wonderful performance. And which among the following is a synonym of the word dismal? Option B, gloomy. Can you start the project tomorrow? The manager asked us. Choose the reported form of this sentence from the options given below. Option A ആണ്. The manager asked us whether we could start the project the next day. Choose the appropriate phrasal verb to complete the sentence. We have dash of milk. Would you like milk powder instead? Run out. Select the appropriate question tag for the following sentence.
He seldom answers any questions. Does he? Which among the following is an antonym of the word appropriate? Inappropriate. Walking is a good exercise. In this sentence, walking is used as noun. Choose the correct option to complete the sentence. If we had rehearsed well, we dash. We would have won the competition. A person who does clever tricks which appear magical is called conjurer. Which among the following is an irregular verb? Bis. Option D ആണ് ഉത്തരം. Run. Filling the blank using the right preposition. There is a river dash by dash my house. Beside my house. The party was attended by an august group of people. In this sentence, august as an adjective means impressive. No sooner had she left the house, dash it started raining. Complete the sentence using the right option. Done. Which among the following is the correctly spelled word? Option B. Business. Change into passive voice. They are following us. We are being followed by them. We have a Herculean task in front of us. In this sentence, Herculean task stands for a tough task. No other girl in this class is as studious as Nida. Which sentence among the following conveys the same meaning? Option B. Nida is the most studious girl in this class. അവസാനത്തെ ചോദ്യം. The train will arrive at 4 p.m. Here, p.m. can be expanded as post meridian. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. താങ്ക് യു.